അപ്പോൾ ഹെഡിങ് എഴുതാം മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. അതായത് മോഷൻ നമ്മൾ കഴിഞ്ഞ ഇത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ, 3 ഡയമെൻഷൻ മോഷനെ പറ്റി പഠിപ്പിച്ചായിരുന്നു. നിങ്ങളെ രണ്ടും പഠിപ്പിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഒരു പ്ലെയിൻ സർഫസിൽ ഉണ്ടാകുന്ന മോഷൻ, ഒരു പ്ലെയിൻ സർഫസിൽ നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? 2 ഡയറക്ഷനോട്ടേ പറ്റത്തുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന്. നമ്മൾ ഇന്നലെ ഗ്രാഫ് വരച്ചപ്പോൾ എക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു, വൈയുടെ നെഗറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് ഡയറക്ഷൻ എന്തായാലും ഉണ്ട് ആ പ്ലെയിനിൽ തന്നെ. അപ്പം ഒരു ബോട്ട് ആറ്റിൽ കൂടെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷൻ മോഷനാണ്. അവൻ 2 ഇതേ പോകാൻ പറ്റത്തുള്ളൂ, ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ മുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുക അത് 3 ഡയമെൻഷണൽ മോഷനാണ്. ശരിയല്ലേ? അതെങ്ങനെയൊക്കെയാ? അത് ഇങ്ങോട്ട് പോവാം, ഈ പ്ലെയിനിലും പോവാം, ഈ പ്ലെയിൻ പോവാം, ഏത് പ്ലെയിനിലും പോവാം. അപ്പൊ നമ്മളിവിടെ ഒരൊറ്റ പ്ലെയിൻ സർഫസിൽ ഉണ്ടാകുന്ന മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ മോഷനെ പറ്റി. മനുഷ്യരുടെ മോഷൻ ഒരു 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ. മനുഷ്യൻ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? നോർമലി നമ്മൾ നടക്കുമ്പോൾ എങ്ങനെയാ ഈ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ? മണ്ടക്കോട്ട് പോകാൻ പറ്റും, പക്ഷെ നോർമൽ കേസിൽ പറ്റത്തില്ല. ശരിയല്ലേ? ഓക്കെ. അപ്പം ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ഈ മോഷൻ പ്ലെയിൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എഴുതിക്കോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതിക്കോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, എന്നാലും എഴുതിക്കോ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ quantities that can physically measured. physically measured. Quantities that can be physically measured. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ആണോ? ആണ്. അതായത് ഫിസിക്കലി അളക്കാൻ. ഫിസിക്സിൽ എന്തൊക്കെ ഇതിന്റെ പേര് ദീപക്. ഫിസിക്സിൽ എന്തൊക്കെ അളക്കാൻ പറ്റും? അങ്ങനെ ഫിസിക്കലി എല്ലാം എന്ന് പറയുമ്പോൾ വെലോസിറ്റി, മാസ്, വെയിറ്റ്, ആക്സിലറേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അളക്കാം. അതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഇനി മുതൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അതായത് ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി, ഒന്ന് വെക്ടർ ക്വാണ്ടിറ്റി. അതായത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയറക്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്നും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിനെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നുമായിരിക്കും പറയും. ഓക്കെ ആണല്ലോ? തെറ്റാണല്ലോ? ജനറലി ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്നും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയാം, മാസും വെയിറ്റും. എന്റെ ശരീരത്തിന് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ട്, 75 കിലോ ആണെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളിപ്പോ ഭൂമി വെച്ച് അളക്കുന്ന നിങ്ങളുടെ മാസ് ആണോ വെയിറ്റ് ആണോ? നിങ്ങളുടെ വെയിറ്റ് അളക്കുന്നത്. കാരണം അറിയോ, മാസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, എന്നാൽ വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ വെയിറ്റ് എത്ര? നമ്മൾ വെയിറ്റ് അല്ല ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ. ഉദാഹരണം പറയാം, നമ്മുടെ ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 76 കിലോ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാസ് ആണ്, വെയിറ്റ് അല്ല. അത് ഗ്രാവിറ്റിയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ അത് വെയിറ്റ് ആകുള്ളൂ. മനസ്സിലായോ? അതായത് 76 കിലോ ഉള്ള ഞാൻ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ കൃത്യം എന്റെ മാസ് എത്ര എന്ന് അറിയാൻ പറ്റും. അവിടെ ഗ്രാവിറ്റി ഇല്ല. എന്റെ മാസ് എത്ര, എന്റെ ബോഡിയുടെ മാസ് എത്ര എന്നുള്ളത് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ? അവിടെ ഗ്രാവിറ്റി ഇല്ല. അറിയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം ചന്ദ്രനിൽ പോകുമ്പോൾ നമുക്ക് എന്തില്ല? ചന്ദ്രനിൽ പോകുമ്പോൾ നമുക്ക് ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് അനുഭവപ്പെടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറന്ന് നടക്കുന്നത്. നമ്മൾ അവിടെ ഭൂമിയിലോട്ട് അല്ലെങ്കിൽ അവിടെ അട്രാക്ട് ചെയ്ത് പിടിക്കാനായിട്ടൊരു ഫോഴ്സ് ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോഴോ നമ്മൾ ചാടിയാലും എന്ത് ചെയ്യും? നമ്മളെ വലിച്ച് അങ്ങോട്ടേക്ക് വരുത്താൻ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഗ്രാവിറ്റിക്കല്ല, വെയിറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. എങ്ങോട്ടാ? താഴോട്ട്. പക്ഷെ മാസിന് ഒരു ഡയറക്ഷൻ ഇല്ല. മാസിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രനിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ചന്ദ്രനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പറന്നു പോകും. ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു ഇങ്ങോട്ട് പറന്നു പോകും. മുകളിലോട്ട് ഫോഴ്സ് കൊടുത്തു മുകളിലോട്ട് പറന്നു പോകും. നല്ല രസമായിരിക്കും. അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി വെയിറ്റ് ഒക്കെ ഹാങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെയിറ്റ് ഹാങ് ചെയ്തിട്ടാണ് അവിടെ താഴെ നിൽക്കുന്നത്. അവരുടെ ശരീരം ഇങ്ങനെ കണ്ടിട്ടില്ലേ? ശരീരമൊന്നും അല്ലത്, ഫുൾ അവരുടെ ശരീരത്തിലോ വെയിറ്റുകളാണ്. ഓക്കെ ആണല്ലോ? ഓർക്കുക.
പാർവണ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പാർവണ ഓക്കെ. ഇനിയും എഴുതിക്കോളൂ. അപ്പം അതൊന്നും വേണ്ട. ഇനി എഴുതിക്കോളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതി. അടുത്തത് they are classified into two. They are classified into two. They are classified into two. ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റിയും ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റി എന്നൊരു ഹെഡിങ് കൊടുക്കുക. വെക്റ്റർ ക്വാണ്ടിറ്റി എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് that has both magnitude and direction. magnitude and direction. magnitude എന്ന് പറയുമ്പോൾ അളവ്. magnitude and direction. എക്സാമ്പിൾ എന്താ? വെയിറ്റ് ശരിയല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റിയാ അല്ലേ? ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റിയാ. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാ. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാ. മതി. ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്തത് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് എഴുതുക. സ്കെയിലാർ ക്വാണ്ടിറ്റി അത് എഴുതേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് that has only magnitude but no direction. എക്സാമ്പിൾ നമുക്ക് മാസ്. എഴുതാം, ഡിസ്റ്റൻസ് എഴുതാം, സ്പീഡ് എഴുതാം, അങ്ങനെ കുറെ എഴുതാം. നമുക്ക് തൽക്കാലം മതി, മാസ് മതി. ഇനി എഴുതിക്കോ റെപ്രസെന്റേഷൻ. ഇവിടെ മുന്നിൽ ചാപ്റ്ററിലോട്ട് കയറുകയാണേ. റെപ്രസെന്റേഷൻ ഓഫ് വെക്റ്റർ ക്വാണ്ടിറ്റി. representation of vector quantity. Representation of vector quantity. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. It is represented by using a straight line with an arrowhead at one end. Then ഇങ്ങനെ. Okay. The length of the line of arrow represents magnitude and arrowhead represents direction. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു വെക്ടറിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുക. അതായത് ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലൈനാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്.
ഈ ആരോ എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഈ ആരോ എന്ന് പറഞ്ഞ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? അതിന്റെ ഡയറക്ഷനെ. ഇപ്പൊ ഈ വെക്ടർ ആണോ വലുതെന്ന് നോക്കിയേ. ഈ വെക്ടർ ആണോ വലുതെന്ന് നോക്കിയേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ലൈനിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്, ഇതിന്റെ ലെങ്ത് വളരെ കുറവാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവണം. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ആരോ ഉപയോഗിക്കും. അതിന്റെ ഹെഡ് ഡയറക്ഷനെയും അതിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡിനെയും. മാഗ്നിറ്റ്യൂഡ് മീൻസ് എന്താ? അളവ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം വരയ്ക്കാം. ഒ പി എന്ന് പറഞ്ഞ ഒരു വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഇത് ഒ പി എന്ന് പറഞ്ഞ വെക്ടറാണ്. അതിനെ ഞാൻ എ എന്ന് എടുക്കാം. ഓക്കെ, അപ്പം എ എന്ന് എഴുതുമ്പോൾ മണ്ടയ്ക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെന്ന് എഴുതണം? മണ്ടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു ആരോ ഇടണം. അപ്പൊ ഒ പി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ. ഇങ്ങനെ എഴുതണം. അടുത്ത എഴുതിയെന്ന് അല്ല, അടുത്ത ഇതെല്ലാം ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. എഴുതിയോ? സൂര്യകാത്രി ഒക്കെ എഴുതിയോ? ഓക്കെ, ആരെങ്കിലും എഴുതാനുണ്ടോ? എഴുതാനുണ്ടെങ്കിൽ പറയണേ. എവിടെയെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയണം, കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കുക. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഒന്നാമത്തേത് ഈക്വൽ വെക്ടേഴ്സ്. Vectors are said to be equal. Vectors are said to be equal if they have same magnitude and same direction. ഉദാഹരണം പറയാം. എ കണ്ടോ, ഇത് എ എന്ന് പറയുന്ന വെക്ടർ ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന വെക്ടറും കണ്ടോ സെയിം അതേ മാഗ്നിറ്റ്യൂഡും അതേ ഡയറക്ഷനും ആണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി എന്ന് എഴുതാം. ഇതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ വെക്ടർ. അടുത്തത് രണ്ടാമത്തേത് നെഗറ്റീവ് വെക്ടേഴ്സ്. Vectors are said to be negative vectors if they have same magnitude. If they have same magnitude but opposite direction. ഓക്കെ ആണോ? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇതൊരു വെക്ടർ എ ആണ്. ഓക്കെ, പക്ഷെ ബി എന്ന് പറയുന്ന വെക്ടർ കൃത്യം നോക്കിയോ, അത്രയും ലെങ്ത് തന്നെ ഉണ്ട്, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ ബി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല, അത് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണേ ഉള്ളൂ.
അടുത്തത് കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. അടുത്ത ഹെഡിങ് സംസാരിക്കല്ല, ഇതിനിടയ്ക്ക് കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. Vectors having same initial points are called co-initial vectors. Co-initial vectors. Vectors having same initial point. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സെയിം ഇനിഷ്യൽ പോയിന്റ്. ഒരു വെക്ടർ ഇങ്ങനെ പോകും, ഇത് എ എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, അടുത്തത് അതിന്റെ സെയിം ഇനിഷ്യൽ പോയിന്റ് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ പോകുന്നു, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ. ഈ വെക്ടറിന്റെ മുകളിൽ കിടക്കുന്ന ആരോടെ അങ്ങനെ നോക്കണ്ട, ഡയറക്ഷൻ നോക്കണ്ട, അത് എപ്പോഴും എങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ. അത് വെക്ടർ ആണ് കാണിക്കാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂ. മനസ്സിലായോ? അടുത്തത് കൊളീനിയർ വെക്ടർ. കൊളീനിയർ വെക്ടർ. എങ്ങനെ? ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഈക്വൽ ആവോ, ഞാൻ ഈക്വൽ ആവോ ഒന്നും ചെയ്യാം, അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ അത് സെയിം ഇനിഷ്യൽ പോയിന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വെക്ടർ ആണെന്നേ ഉള്ളൂ. അല്ലാതെ അത് ചിലപ്പോൾ ഈക്വൽ ആവാം, അല്ലാതെ ഈക്വൽ അല്ലാതെ ആവാം, ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അടുത്തത് നോക്കിയോ. അതെ, കൊലീനിയർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വെക്ടേഴ്സ് along the same line, vectors along the same line or along the parallel line in same direction and also in opposite direction. The co-linear vector എന്ന് കൊടുക്കുക. കോ ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ലീനിയർ വെക്ടർ ഇങ്ങനെ കൊടുക്കുക. ഇൻ എന്താണ് സെയിം ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് സെയിം ലൈനിലുള്ള വെക്ടേഴ്സ്. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കി, ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കും, ഇതൊരു ലൈനാണ്. ഓക്കെ, ഇതൊരു ലൈനാണ്. ഈ ലൈനിൽ ഒരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ പോകുന്നു. ഇത് എ എന്ന് പറയുന്ന വെക്ടറാണ്. അടുത്തത് ബി എന്ന് പറയുന്ന വെക്ടർ അതേ ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ അത് കൊളീനിയർ. പാരലൽ ആയിട്ട് പോവുകയാണെങ്കിലും ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിലും കൊളീനിയർ. എങ്ങനെ? പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ പോവുകയാണെങ്കിലും അത് കൊളീനിയർ. അത് ഈക്വൽ ആവണമെന്നൊന്നുമില്ല, മനസ്സിലായി? പാരലൽ ആയിട്ട് പോയാൽ മതി. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാണെങ്കിലും അത് കൊളീനിയർ. എന്താ? ഒരെണ്ണം ഇങ്ങനെയും പോവാണ്, അത് ഈക്വൽ ആവണോ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ പോകും. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. അപ്പൊ വേണമെങ്കിൽ അത് എഴുതാം. their magnitude may or may not be equal. ഓക്കെ, അടുത്തത് കോപ്ലാനാർ വെക്ടേഴ്സ്. കോപ്ലാനാർ വെക്ടേഴ്സ്
planar vectors and a coplanar vector. ഒരു പ്ലെയിനിലുള്ള വെക്ടേഴ്സിനെ എല്ലാം കോപ്ലാനാർ വെക്ടർ എന്ന് പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, സിംപിളി എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാന് ഈ നമ്മുടെ മെൽവിനെ ഇങ്ങനെ തെള്ളുമ്പോൾ മെൽവിന്റെ ഇതിൽ ഫോഴ്സ് കൊടുത്തത് ഈ പ്ലെയിനിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ദീപക്ക് മെൽവിനെ ഇങ്ങോട്ട് തള്ളുക, അതായത് ഞാൻ തള്ളുന്ന ആ പ്ലെയിനിൽ തന്നെ ഇങ്ങോട്ട് തള്ളുക. അപ്പം മെൽവിൻ ദീപക്ക് കൊടുത്ത ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ട് ഈ പ്ലെയിനിൽ തന്നെ വരുന്നത്, ഞാൻ കൊടുത്ത ഫോഴ്സ് അങ്ങോട്ട് ഈ പ്ലെയിൻ, കണ്ട ഈ പ്ലെയിൻ, ഈ ഒരു പ്ലെയിനിൽ തന്നെയാണ് എല്ലാം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിനിലുള്ള വെക്ടറുകളെല്ലാം എന്തെന്ന് പറയും? കോപ്ലെയിനർ, കോമൺ പ്ലെയിനിലുള്ള വെക്ടേഴ്സ് അങ്ങനെ ഉദ്ദേശിച്ചാണ് കോപ്ലെയിനർ വെക്ടേഴ്സ്. ഓക്കെ ആണല്ലോ? എഴുതാം, വെക്ടേഴ്സ് ലൈയിങ് ഓൺ ദ സെയിം പ്ലെയിൻ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ഇനിയിപ്പോ ലാസ്റ്റ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എഴുതിക്കോളൂ, സീറോ വെക്ടർ. അതിന്റെ എക്സാമ്പിളും ചോദിക്കാറുണ്ട്. സീറോ വെക്ടർ ഏതാ? ഇതിന്റെയോ? ഒരേ പ്ലെയിനിലുള്ള വെക്ടർ നിങ്ങൾ ഞാൻ എങ്ങനെ വരച്ച് കാണിക്കുന്നത്? ഇങ്ങനെയും ഇതെല്ലാം സെയിം പ്ലെയിനിലാണ്, അത് വരച്ച് കാണിക്കണ്ട. ഇത് എഴുതിക്കോ, സീറോ വെക്ടർ ഓർ നൾ വെക്ടർ ഓർ നൾ. പുതിയ വെക്ടർ, അടുത്ത ടൈപ്പ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് മാഗ്നിറ്റ്യൂഡ് ഇല്ലായിരിക്കും, പക്ഷെ ആർബിറ്ററി ഡയറക്ഷൻ കാണും. ഡയറക്ഷൻ മാത്രമല്ല, ആർബിറ്ററി ഡയറക്ഷൻ, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഡയറക്ഷൻ. ഇന്നടത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കാണും. അങ്ങനെയുള്ള മനസ്സിലായോ? അതിന് ഇന്ന ഡയറക്ഷനിലോട്ട് പോകുന്നു, ശരിക്കും പറഞ്ഞാൽ ഇന്ന ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് പറയുന്നതാണ് എന്ത്? വെക്ടർ എന്ന് പറയുന്നത്. അതിന് പക്ക ഒരു ഡയറക്ഷൻ ഉണ്ട്. നൾ വെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട് അതിന്, പക്ഷേ ഒരു ഏകപക്ഷീയമായ ഡയറക്ഷൻ. എങ്ങോട്ടാണ്? ഒരു എക്സാമ്പിൾ പറയാം. അതായത് എന്താണ്? വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. എന്താ സ്പീഡ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സീറോ, ശരിയല്ലേ? പക്ഷേ മാഗ്നിറ്റ്യൂഡ് സീറോ ആണെന്നേ ഉള്ളൂ, അതിന് എങ്ങോട്ടേലും ഒരു ഡയറക്ഷൻ ആവാം എന്നുള്ളതാണ്. അതങ്ങനെയുള്ള കേസാണ് പറയുന്നത്. നിൽക്കുക, അതാ എങ്ങോട്ടേലും ഡയറക്ഷൻ ആവാം. മാഗ്നിറ്റ്യൂഡ് സീറോയാണ്, അതിന് ഡയറക്ഷൻ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതും ഈ ഗണത്തിൽ പെടുന്ന. ഈ രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെച്ചു. ഈ എക്സാമ്പിൾ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മനസ്സിലായോ? എഴുതിക്കോളൂ, എ വെക്ടർ which has zero magnitude and an arbitrary direction. എക്സാമ്പിൾ കൂടെ എഴുതിക്കും, എക്സാമ്പിൾ പഠിക്കണം, ചോദിക്കും. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. Displacement of a stationary object. ഇത് പഠിച്ചോണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ബട്ട് ആൻ ആർബിറ്ററി ഡയറക്ഷൻ, ARBITARY, ആർബിറ്ററി ഡയറക്ഷൻ, ഏകപക്ഷീയമായ ഒരു ഡയറക്ഷൻ ഉള്ള ഒരു ഇന്ന ഡയറക്ഷൻ ഒന്നുമില്ല, എങ്ങോട്ട് വേണോ. പക്ഷെ വെക്ടറിന് എന്തുണ്ട്? വെക്ടറിന് ഇന്ന ഡയറക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതിന് വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻ. ഞാൻ ഇവനെ തെള്ളുക, ഇവനെ അങ്ങോട്ട് തെറിച്ചു, അങ്ങോട്ടേക്ക് പോവാൻ ഉണ്ട്, തെറിച്ചൊന്നും പോകത്തില്ല, നീങ്ങും, ഇല്ലയോ? ശരിയല്ലേ? ഓക്കെ, അവൻ ഇങ്ങോട്ട് തെള്ളുവാണെങ്കിൽ അവൻ ഇങ്ങോട്ട് നീങ്ങും, ശരിയല്ലേ? ഒരു ഡയറക്ഷൻ ഉണ്ട്, ശരിയല്ലേ?
ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അടുത്തത് യൂണിറ്റ് വെക്ടർ. ഹെഡിങ് എഴുതിക്കും, യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ. A vector whose magnitude is 1 ബ്രാക്കറ്റിൽ യൂണിറ്റ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. അടുത്ത ഡോട്ട് എഴുതിക്കോ. It is also known as direction vector. They specify only direction. They specify only direction. They specify only direction. They do not have dimension and unit. They do not have dimension and unit. Dimension and unit. ശ്രദ്ധിച്ചോണേ, ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. In a rectangular coordinate system, എഴുതിക്കോ. In a rectangular coordinate system. In a rectangular coordinate system, the x, y and z axis are represented by unit vectors I cap, j cap and k cap. Cap എന്നാണ് പറയുന്നത്, I cap, j cap, k cap. And these unit vectors are perpendicular to each other. These unit vectors are perpendicular to each other. അതായത് modulus of I cap will be equal to modulus of j cap will be equal to modulus of k cap. ഇത് small k ആണ് കേട്ടോ നിങ്ങളെ, ക്യാപിറ്റൽ k അല്ല, ഇല്ല സ്മോൾ. k cap will be equal to എന്താ, 1 അത് ജസ്റ്റ് 9 അല്ലേ എന്താണെന്ന് പറഞ്ഞു തരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ ഓൺലൈൻ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോ റൂമിൽ ഇരുന്നായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ആ റൂമിന്റെ ഏറ്റവും മുകൾ ഭാഗത്തെ കോർണർ നോക്കിയേ, അതുകൊണ്ട് ആ കോർണർ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഒരു ആക്സിസ് എക്സ്, ഒരു ആക്സിസ് വൈ, ഒരു ആക്സിസ് ഇസഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ല, താഴത്തെ കോർണർ നോക്കിക്കോ, എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പം വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, വെക്റ്ററിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഒന്നെങ്കിൽ എക്സ് ഡയറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ പോവാം. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ വെക്ടറിന്റെ കൂടെ ഇടുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്. ഐ ക്യാപ് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം ആ വെക്ടർ പോകുന്ന ഡയറക്ഷൻ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ കൂടെ ജെ ക്യാപ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിന്തിച്ചോണം ആ വെക്ടർ ആക്ട് ചെയ്യുന്നത് വൈ ആക്സിസ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്.
ഇനി ഒരു വെക്ടറിന്റെ കൂടെ കെ ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം ആ വെക്ടർ ആക്ട് ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷനിലാണെന്നുള്ളത് കാര്യം മനസ്സിലായിക്കോണം. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ ആക്സിസ് ആയിട്ട് വരച്ച് കാണിക്കാം. നമ്മൾ സാധാരണ എക്സ് ആക്സിസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ, വൈ ആക്സിസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇസഡ് ആക്സിസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ആണോ? ഇത് നമ്മുടെ റൂമിന്റെ കോർണർ ആയില്ലേ ഇപ്പം അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ് ആക്സിസ് അത് ഐ ക്യാപ്പ് ആയിരിക്കും, ഇത് വൈ ആക്സിസ് അത് ജെ ക്യാപ്പ് ആയിരിക്കും, ഇത് ഇസഡ് ആക്സിസ് അത് കെ ക്യാപ്പ് ആയിരിക്കും. ഇത് എഴുതുക, വരച്ച് എഴുതുക. പിന്നെ എഴുതണം. ഇത് വരയ്ക്കാനുള്ളതാണോ? ആ വരയ്ക്കണ്ടോ? ഇനി നോക്കിക്കോളൂ, നമ്മൾ ജനറലി ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് വിത്ത് ഇക്വേഷൻ വഴി. നമ്മൾ നോർമലി സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആരോ ഇട്ടിട്ട് ഇല്ലേ, ഒരു ഇക്വേഷൻ വഴി ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ, റെപ്രസെന്റേഷൻ എഴുതിക്കോ, ഒരു ഹെഡിങ് പോലെ എഴുതിക്കോ. റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ, വെക്ടർ ബ്രാക്കറ്റിൽ ഇക്വേഷൻ എന്ന് കൊടുത്തു. ഇക്വേഷൻ ശ്രദ്ധിച്ചോണം. എനിക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെ എടുക്കണം എന്നറിയോ? എ എന്ന് പറയുന്ന വെക്ടറിന് എന്തൊക്കെ ഉണ്ടാവണം? ഡയറക്ഷനും ഉണ്ടാവണം, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം. ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താ ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, അവിടെ എഴുതിക്കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല, ഇവിടെ ശ്രദ്ധിക്കണം. ഡയറക്ഷനെ പറയുമ്പോൾ എന്താ 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 വേണ്ടത്? യൂണിറ്റ് വെക്ടറാ വേണ്ടത് അല്ലെ? യൂണിറ്റ് വെക്ടറിനെ എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? ക്യാപിട്ടാ എഴുതുന്നത്. അത് എക്സ് ആക്സിസിൽ പോവാണെങ്കിൽ ഐ ക്യാപ്പ്, വൈ ജെ ക്യാപ്പ്. ജനറലി അവരെ എന്താ വിളിക്കുന്നത്? ഇവിടെ നോക്കണം. എ എന്ന് പറയുന്ന വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു എ ക്യാപ്പ് എന്ന് എടുക്കും. മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു എ. ഇതാണ് ജനറൽ എന്താണ് വെക്ടർ റെപ്രസെന്റേഷൻ ഇക്വേഷൻ. ഏതൊരു വെക്ടർ തന്നാലും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് ചെയ്ത് വെച്ചിട്ട് ഐ ജെ കെ എടുക്കുന്നില്ല. ഐ ജെ കെ എടുത്തു കഴിഞ്ഞാൽ എന്താ, അത് ഒരു സ്പെസിഫൈ ആയിട്ട് എക്സ് വൈ അങ്ങനെ ഡയറക്ഷൻ. ഇത് ജനറലി എടുക്കുന്നതാണ്. എ എന്ന് പറയുന്ന വെക്ടറിന് എന്താണ് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു എന്താ എ ക്യാപ്പ്. അതിൽ മോഡുലസ് ഓഫ് വെക്ടർ എ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ, അല്ലെങ്കിൽ കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മാഗ്നിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്, മാഗ്നിറ്റ്യൂഡിനെയും. അതേപോലെ തന്നെ എ ക്യാപ്പ് എന്താണെന്ന് അറിയാമോ? എ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്, യൂണിറ്റ് വെക്ടർ ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അവിടുന്ന് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? എ ക്യാപ്പ് കണ്ടുപിടിക്കണേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ആവും. അതും കൂടെ എഴുതിയിട്ടേക്കണം അതിന്റെ താഴോട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി വെക്ടറിനകത്ത് ഈ ഇൻറ്റും ഡോട്ടും ഒക്കെ വരുമ്പോൾ കുറെ പേര് ഡോട്ടും ക്രോസും എന്നൊക്കെ പറയുന്ന കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അത് ഇൻറ്റു എന്നല്ല, അത് അവിടെ വരുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, തൽക്കാലം ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതിവിടെ എടുത്തെഴുതണം, മറ്റേ ഇക്വേഷൻ കൂടെ എടുത്ത് എഴുതണം. എന്താ, എനിക്ക് ഇവിടെ ഒന്ന് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. നിങ്ങൾ എഴുതിയിട്ട് താഴോട്ട് എഴുതണം, താഴോട്ട് എഴുതണം, സൈഡിലോട്ട് എഴുതല്ലേ. താഴോട്ട് എഴുതിയിട്ട് എന്താ, എനിക്കിപ്പം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? വെക്ടർ എ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് വെക്ടർ എ ചെയ്താൽ മതി. ശരിയല്ലേ? ഇത് എഴുതിയിട്ടേക്കണം. യൂണിറ്റ് വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്. ഏതാ? ഇവിടോ? ആ യൂണിറ്റ് വെക്ടർ ഇവിടെ. ഓ വെക്ടർ എ. ഓക്കെ, ഇത് എ ക്യാപ്പ്, ഇത് എ ക്യാപ്പ് ആണ്. ഇത് എ ക്യാപ്പ് ആണ് കേട്ടോ.
മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഈ വെക്ടറിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. അതായത് എഫ് ഈസ് ഈക്വൽ ടു വെക്ടർ എഫ്, അത് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഓരോ ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? ആ പ്ലെയിനിൽ, രണ്ട് പ്ലെയിനിലും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡയറക്ഷൻ ആ ഐ ഡയറക്ഷനിലും ജെ ഡയറക്ഷനിലുമാണ് അത് പോകുന്നതെന്നാണ്. വെക്ടർ എഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ, അതായത് ഇത് 4 ന്യൂട്ടൺ ആവാം, ഇത് 3 ന്യൂട്ടൺ ആവാം. അത് ഒരു 4 ന്യൂട്ടൺ ഈ പ്ലെയിനിലും അല്ല ഈ ഡയറക്ഷനിലും, ഒരു ഇത് ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം, ഞാനൊരു പെട്ടി പൊക്കി കൊണ്ടുപോകാം, ഞാൻ ഏതൊക്കെ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കണം? ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കണം എന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കാൻ, പിന്നെന്താ താങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കണം, ഇല്ല? അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ശ്രദ്ധിച്ചോണം. നിങ്ങളൊരു ഇപ്പൊ അതിനെടുത്തണം, എല്ലാരും ശ്രദ്ധിക്കുക, ഇത് ഹെൽമെറ്റ് ആണല്ലോ, അതായത് ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് പൊക്കണം. ഹെൽമെറ്റ് പൊക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറെ രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ? ഒന്ന്, ഇത് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കണം, ഇല്ലേ? പിന്നെ ഇത് പൊക്കാൻ വേണ്ടി ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന മിക്സഡ് ഫോഴ്സ് ആണ്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. നമ്മൾ ചിലപ്പം ചില കേസിൽ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, ചില കേസിൽ ഇവിടെ വെച്ചു, ചില കേസിൽ നമ്മൾ എങ്ങനെ എഴുതും, ചില കേസിൽ ചിലപ്പോൾ ഇനി എന്ത് വരും, 4k ക്യാപ്പ് എന്നും കൂടെ വരും. അപ്പൊ മൂന്ന് ഡയറക്ഷനിലും നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അതായിരിക്കും അങ്ങനെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് കൺഫ്യൂഷൻ ആവല്. നിങ്ങൾ എപ്പോഴും നമ്മൾ ആ കൊടുക്കും, നമ്മളിപ്പം ഫോൺ പൊക്കുമ്പോൾ, ഇപ്പൊ ഫോൺ എടുക്കുമ്പോഴാണ് നിങ്ങൾ നോക്കിയത്, ഫോൺ നിങ്ങൾ എടുക്കുക, എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഫോഴ്സ് കൊടുക്കണം? ആ സൈഡിൽ പിടിക്കാൻ രണ്ട് സൈഡിലോട്ടും ആ പ്ലെയിനിൽ ഫോഴ്സ് ഉണ്ട്, പൊക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അല്ലാതെ നിങ്ങൾ ചോദിക്കല്ലേ ഫോഴ്സ് ഫിസിക്കലി 4 ന്യൂട്ടൺ എന്ന് മാത്രം എഴുതിയാൽ പോരെ, എന്തുകൊണ്ടാ 3 വന്നേ? എല്ലാ ഡയറക്ഷൻ നമുക്ക് പറയാം, നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പല ഡയറക്ഷനിലായിരിക്കും, അതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കുറച്ചുകൂടെ ഒക്കെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇങ്ങനെ മതി. ഓക്കെ. അപ്പം ഇതിന്റെ എനിക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എഫ് നമുക്കറിയാം. ഏതൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എന്താ? മോഡുലസ് ഓഫ് വെക്ടർ ഇൻറ്റു എന്താ? എഫ് ക്യാപ്പ് ആണോ? ആണല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ എനിക്ക് എഫ് ക്യാപ്പ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? എഫ് ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്താ? മോഡുലസ് അല്ല, വെക്ടർ എഫ് ഡിവൈഡ് ബൈ എന്താ? മോഡുലസ് ഓഫ് വെക്ടർ എഫ് എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ വെക്ടർ എഫ് നമുക്ക് ഇതാ. മോഡുലസ് ഓഫ് വെക്ടർ എഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അടുത്തത്. നോക്കിയോ, മോഡുലസ് ഓഫ് വെക്ടർ എഫ് കണ്ടുപിടിക്കാന് നോക്കിക്കോളൂ. മോഡുലസ് ഓഫ് വെക്ടർ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അറിയോ? ഐയുടെ കൂടെ കിടക്കുന്ന ആളിന്റെ സ്ക്വയർ എടുക്കുക, ജെയുടെ കൂടെ കിടക്കുന്ന ആളുടെ സ്ക്വയർ എടുക്കുക, രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് അതിനൊരു റൂട്ട് എടുക്കുക. മോഡുലസ് ഓഫ് വെക്ടർ ഐയും ജെയിലും കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഐയുടെ കൂടെ കിടക്കുന്ന ആളുടെ സ്ക്വയർ എടുക്കുക, ജെയുടെ കൂടെ കിടക്കുന്ന ആളുടെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പൊ അതിന്റെ മോഡുലസ് മീൻസ് എന്താ? മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായോ? അപ്പം ഇത് എത്ര കിട്ടും? ഇത് നമുക്ക് എത്ര കിട്ടും? 4 സ്ക്വയർ എത്ര? 16 പ്ലസ് എത്ര? 9. റൂട്ട് എത്ര വരും? റൂട്ട് 25 വരും. ആണോ? റൂട്ട് 25 എന്ന് പറയുമ്പോൾ എത്ര? 5. ഓക്കെ. അപ്പൊ മോഡുലസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? അപ്പം നിങ്ങൾ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നറിയോ? എഫ് ക്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതണമല്ലോ. അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും എന്നറിയോ? വെക്ടർ എഫ് എന്താ? 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് ഡിവൈഡ് ബൈ, നിങ്ങൾക്ക് ഇപ്പൊ മോഡുലസ് ഓഫ് വെക്ടർ എന്താ കിട്ടിയത്? 5. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ എഫ് ക്യാപ്പിന്റെ വാല്യൂ ആയി. അതായത് 4/5 i ക്യാപ്പ് പ്ലസ് എത്ര? 3/5 j ക്യാപ്പ്. കണ്ടോ? ഇതായിരിക്കും ഇങ്ങനായിരിക്കും കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതിയെടുത്തോ? എപ്പോഴും മോഡുലസ് കണ്ടുപിടിക്കാൻ ഐയുടെയും ജെയുടെയും കെയുടെയും ഒക്കെ കിടക്കുന്ന ആളുടെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. ഡൗട്ട് ഉള്ളത് ചോദിക്കണേ. ഡൗട്ട് ഉള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോണം, അല്ലേ പണി കിട്ടുവേ.
അങ്ങനെ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ. എടാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ കുറെ അതെങ്ങനെ റൂട്ട് വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ നിങ്ങള് ഒരു വർഷം കൊണ്ടൊന്നും തീരത്തില്ല. അതൊന്നും പഠിക്കണ്ട, വെറുതെ എന്തിനാ പഠിക്കുന്നത്? ഇല്ല, ഇങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചാൽ ഐയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ക്ലിയർ ആണോ? ഒരെണ്ണം കൂടെ എഴുതിക്കോ, ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ, പൊസിഷൻ പൊസിഷൻ വെക്ടർ, പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറയാൻ ഇപ്പം നിങ്ങളുടെ ഇപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു നിങ്ങളുടെ റൂമിലായിരിക്കും ഇരിക്കുന്നത്. റൂമിലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത്, ഏതെങ്കിലും മണ്ടയ്ക്കോ താഴെയുള്ള അല്ലെങ്കിൽ ഭിത്തിയെ കൂടി ഒരു പല്ലി പോകുന്നുണ്ടെങ്കിൽ ആ പല്ലിയെ ഫോക്കസ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അവിടെ ഒരു ടാങ്ക് ഇരിപ്പുണ്ടാകും കാണത്തില്ല. അപ്പോട്ടെ നമുക്ക് ഉണ്ടാക്കാം, നമുക്ക് ഇവിടെ ആ കമ്പിയിലോട്ട്, ആ ലെഫ്റ്റ് സൈഡിൽ അവിടെ കമ്പിയിലോട്ട്, ആ കമ്പിയുണ്ടോ, ആ കമ്പിയിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ എന്റെ കണ്ണിന്ന് അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ആ ഒരു വരേനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. എന്റെ കണ്ണിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പൊസിഷൻ ഏതാ, അതാണ് പൊസിഷൻ വെക്ടർ. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പ്ലസ് ടു ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ പലയിടത്തും പഠിക്കും. മനസ്സിലായി? അപ്പൊ നമ്മള് എങ്ങോട്ടേക്കാണ് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ആ ഒബ്ജക്റ്റ് നമ്മൾ ഒരു വര, അതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അപ്പൊ ജസ്റ്റ് പൊസിഷൻ വെക്ടർ എന്താണെന്നൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒരു ഇത് വരച്ചിടുക. അതായത് ഇതൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ഇത് വൈ ആക്സിസ് ആണ്. ഈ ഒറിജിനെ വെച്ച് നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റും അല്ലെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റും ഏതാണ് കണ്ടോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഒ ആണ്, ഇത് നമുക്ക് ഇത് പി ആണ്, ഇത് ഒ പിയും, ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം, ഇത് ഒ ക്യൂ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒ പിനെ നമുക്ക് എ എന്ന് പറയുന്ന വെക്ടർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഒ ക്യൂവിനെ നമുക്ക് ബി എന്ന് പറയുന്ന വെക്ടർ വെച്ച് റെപ്രസെന്റ്. ഇതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ഒന്നും പഠിക്കണ്ടതാ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും. മനസ്സിലായോ? വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ എന്നൊന്നും ചോദിക്കുക, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല, ഇത് നേഴ്സറി അല്ല. പൊസിഷൻ വെക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഒരു കാര്യം കൂടെ എഴുതിക്കും, അഡീഷൻ ഓഫ് വെക്ടർ. ഇവിടെ രണ്ട് ലോ പഠിക്കാനുണ്ട്, ലോ നാളെ പഠിപ്പിക്കാം. നിങ്ങൾ തൽക്കാലം എഴുതി വെച്ചു, അഡീഷൻ ഓഫ് വെക്ടർ, അഡീഷൻ ഓഫ് വെക്ടർ, അഡീഷൻ അല്ല മെയിൻ ഹെഡിങ്, അഡീഷൻ ഓഫ് വെക്ടർ. ഇതുവരെയുള്ള എല്ലാ സാധനവും തീർന്നു, വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്സും കാര്യങ്ങളും ഒക്കെ തീർന്നു. ഇനി അഡീഷൻ ഓഫ് വെക്ടർ, രണ്ട് വെക്ടറിനെ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതേപോലെ രണ്ട് വെക്ടറിനെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും അതും പഠിക്കണം. രണ്ട് വെക്ടറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും അതും പഠിക്കണം. രണ്ട് വെക്ടറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും അതും പഠിക്കണം. ഡിവൈഡ് ഒന്നും പഠിക്കാനില്ല, നമുക്ക് അഡീഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, മൾട്ടിപ്ലിക്കേഷനും പഠിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് മെയിൻ ആയിട്ട് വരുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇൻ സെയിം ഡയറക്ഷൻ, ഇൻ സെയിം ഡയറക്ഷൻ. അതായത് ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു, അടുത്ത വെക്ടർ അതേ ഡയറക്ഷനിൽ പോകുന്നു, ഇത് എ ആണ്, ഇത് ബി ആണ്. എനിക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഈ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടർ ആയിരിക്കും ഇത് അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? റിസൾട്ടന്റ് മോഡുലസ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എന്താ? വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബി. റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നോക്കി എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക, ഓൺലൈനുള്ള എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഇവനെ അങ്ങോട്ടേക്ക് തള്ളു, അവൻ ദീപക്ക് ഇവനെ ഇങ്ങോട്ടേക്ക് തള്ളു. ഇവൻ ശരിക്കും എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, അതാണ് അവിടുത്തെ റിസൾട്ട്. ഞാൻ ഇവനെ അങ്ങോട്ടേക്ക് തള്ളി, അവൻ ഇവനോട് തള്ളി. ആരാണോ ഞങ്ങൾ തമ്മിൽ ആരാണോ കൂടുതൽ ഫോഴ്സ് കൊടുത്തത് ആ ഡയറക്ഷനിലേക്കേ പോകത്തുള്ളൂ. അതെന്താ? ആ ഡയറക്ഷനിലേക്ക് എങ്ങനെ പോകും? ഇപ്പൊ ഞാൻ ഇവന്റെ മണ്ടക്കോട്ട് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, അവൻ ഇവന്റെ മണ്ടക്കോട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഞാൻ കൊടുത്തതാണ് കൂടുതൽ. എത്ര ന്യൂട്ടൺ കൂടുതലാ? 5 ന്യൂട്ടൺ. അപ്പൊ അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് 5 ന്യൂട്ടൺ ആയി. അപ്പൊ ഇവന്റെ മണ്ടയ്ക്ക് ആക്ച്വലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? 5 ന്യൂട്ടണേ ഉള്ളൂ. അതാണ് റിസൾട്ട്. നിങ്ങള് ഒരു രണ്ട് വെക്ടർ ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് കൊണ്ട് ആ പോയിന്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇമ്പാക്ട് അതാണ് അവിടുത്തെ റിസൾട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം,
ഒരു ഒരു ഇരുമ്പ് കസേരയിലുള്ള ഒരാൾ ഇരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു ഇരുമ്പ് കസേരയിൽ ഒരാൾ ഇരിക്കുക ഇവിടെ. ഓക്കെ, ഇതിന്റെ ഒരു കാലയിൽ ഒരു കയറിട്ടിട്ട് ധനു ഇങ്ങോട്ടും വലിച്ചു, ഒരു കാലയിൽ ഒരു കയറിട്ടിട്ട് പ്രവീൺ ഇങ്ങോട്ടും വലിച്ചു. ഇവൻ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഇതിന് ടയറുള്ള ഒരു ഇരുമ്പ് കസേരയാണ്. എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട്. രണ്ടുപേർക്കും ഒരേ പോകാം. എടാ ഇത് ഇങ്ങനെ, ഇതൊരു ഈ സർഫസിലായിരിക്കുന്നത്, അവിടെ ആ കസേര ഇരിക്കുന്നത്. നീ ഇങ്ങോട്ട് വലിക്കുന്നു, നീ ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങ് ഭൂമി പിടിച്ചാൽ താഴോട്ട് പോകും. ഇതേണ്ട ഈ ഡയറക്ഷനിൽ വരും, താഴോട്ടല്ല ഫ്രണ്ടിലോട്ട്. മനസ്സിലായോ? അതെങ്ങനെ? അതാണ് അവിടുത്തെ റിസൾട്ട്. ഈ വെക്ടർ ഇങ്ങോട്ട് ആക്ട് ചെയ്തത്, ഈ വെക്ടർ ഇങ്ങോട്ട് ആക്ട് ചെയ്തത്, പക്ഷെ ഇതിന് രണ്ടിനും എഫക്റ്റ് ആയിട്ട് ഈ വെക്ടർ ഇങ്ങോട്ടാണ്. ശരിക്കും ഇതാണ് അപ്പോൾ റിസൾട്ടന്റ്. ഇങ്ങനെയുള്ള കേസാണ് റിസൾട്ടന്റ് വെക്ടർ. മനസ്സിലായോ? ഇനി രണ്ടാമത്തേത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ഒരു വെക്ടർ തന്നെ ഇങ്ങനെ പോകുന്നു, ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു. അത് ഈക്വലോ ആകാം, അൺഈക്വലോ എന്തെങ്കിലും ആട്ടെ. ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു. ഓക്കെ, റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഞാൻ ഇവനെ തള്ളി റിസൾട്ടന്റ് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചത്? ആ മൈനസ് ചെയ്തു അല്ലേ? അപ്പം വെക്ടർ ആർ ഈസിക്കൽ എന്താ? ഏറ്റവും കൂടിയ വെക്ടർ ഏതാണോ അത് മൈനസ് എന്തായിരിക്കും? കുറഞ്ഞ വെക്ടർ. അങ്ങനെയല്ലേ ചെയ്യാം അല്ലേ? അപ്പൊ വെക്ടർ മൈനസ് വെക്ടർ. ഇനി ബാക്കി നാളെ പഠിക്കാം. കാരണം ഇനി മൂന്നാമത് നമ്മൾ സെയിം ഡയറക്ഷനിൽ പോകുന്ന പഠിച്ചു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ എന്താണെന്നറിയോ? വെക്ടേഴ്സ്. അതും കൂടെ എഴുതി കിട്ടും. വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് at an angle. വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് at an angle എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു, ഇങ്ങോട്ട് പോകുന്നതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. എന്നാൽ ഇങ്ങോട്ട് പോകുന്ന വെക്ടറും ഇങ്ങോട്ട് പോകുന്ന വെക്ടറും നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏതാ? കസേര. അതിന്റെ പറഞ്ഞില്ലല്ലോ, അത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. അതിന്റെ റിസൾട്ടന്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ രണ്ട് ലോ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഷുവർ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. അടുത്ത വർഷവും ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് നല്ല വ്യക്തമായിട്ട് കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ ഇങ്ങനെ